മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ദേശാസ്കൃത ബാങ്കുകൾ മുതൽ മൊബൈൽ ഫോൺ ആപ്പുകളിൽ നിന്ന് വരെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇന്ന് ലോണായി എടുക്കുന്നത്. ഇനി ലോൺ എടുക്കുന്നവരും ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്: ലോൺ തിരിച്ചടവ് മുടങ്ങിയാലും ഭയപ്പെടേണ്ടതില്ല. നിയമത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇന്ന് ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ദേശാസ്കൃത ബാങ്കുകൾ മുതൽ മൊബൈൽ ഫോൺ ആപ്പുകളിൽ നിന്ന് വരെ ലക്ഷക്കണക്കിന് പണമാണ് എല്ലാവരും ലോണായി എടുക്കുന്നത്. വ്യക്തിഗത വായ്പകൾക്ക് പുറമെ വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ, നിരവധി ലോണുകൾ ബാങ്കുകൾ നൽകി വരുന്നുണ്ട്. ഒരിക്കലെങ്കിലും ലോൺ തിരിച്ചടവ് മുടങ്ങിപ്പോകാത്തവർ നമുക്കിടയിൽ വളരെ കുറവാണ്. എന്നാൽ ലോൺ എടുക്കുമ്പോഴും ലോൺ തിരിച്ചടവ് കാലയളവിൽ അടവുകൾ മുടങ്ങിപ്പോയാലും ഓരോ ഉപഭോക്താവും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന നിയമങ്ങൾ കൂടിയുണ്ട്. ലോൺ മുടങ്ങിയാൽ മിക്കവാറും ഏജന്റുമാരും അതിരാവിലെ തന്നെ വീടുകൾക്ക് മുന്നിൽ എത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് പല കാര്യങ്ങളും നിയമവശങ്ങളിൽ സാധാരണക്കാർക്ക് അറിയാത്തതാണ്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന് മിക്കവാറും ഏജന്റുമാരും നിങ്ങളെ ഭയപ്പെടുത്തുകയോ വഴിയരികിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുകയോ ലോൺ എടുത്ത കാര്യം മറ്റൊരാളെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിർത്താതെ ഫോൺ വിളിച്ച് നിങ്ങളെ ലോൺ അടച്ചതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? എന്നാൽ ഒരു മിക്കവാറും ഏജന്റിന് മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ റിസർവ് ബാങ്ക് മാനദണ്ഡപ്രകാരം അനുവാദമില്ല. നിങ്ങളുടെ കൈവശത്തിൽ നിന്ന് പണം കൈപ്പറ്റി അത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ അടയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഒരു ഏജന്റിനുള്ളത്. ലോൺ മുടങ്ങിയതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്താനോ നിർബന്ധിപ്പിച്ച് പണം തിരിച്ചെടുക്കാൻ പറയാനോ ഇക്കൂട്ടർക്ക് അധികാരമില്ല. റിക്കവറി ഏജന്റിന്റെ ഡ്യൂട്ടി സമയം രാവിലെ 7 മുതൽ രാത്രി 7 മണി വരെ മാത്രമാണ്. നിങ്ങളെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താനോ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനോ ജോലിസ്ഥലത്ത് മറ്റുള്ളവരോടോ ഫോൺ കൊടുത്ത് വിവരം അറിയിക്കാനോ ഇക്കൂട്ടർക്ക് അധികാരമില്ല. ഇതിലേതെങ്കിലും കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഓംബുഡ്സ്മാനെ രേഖാമൂലം പരാതിയായി അറിയിക്കാൻ കഴിയും. ലോൺ തിരിച്ചടവ് മുടങ്ങിപ്പോയാലും അതിൻ്റെ പിഴയും ചേർത്താണ് അടക്കുക. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അധികാരവുമില്ല. ശാരീരികമായി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകാം. ഭാരതീയ ന്യായ സംഹിത 351 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമാവകാശത്തിൽ പറയുന്നു. അതേസമയം ലോൺ തിരിച്ചടവ് കൃത്യമായി പാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ വായ്പ കൈപ്പറ്റുന്നവർക്ക് ഒപ്പിട്ട് നൽകുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി വായിച്ചിരിക്കണം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. 55 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് 2024 ഏപ്രിൽ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകളിൽ 8 ലക്ഷത്തോളം വരുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിത വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും. ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക കൈമാറുക. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിന്റെ ഫലമായി പെൻഷൻ ലിസ്റ്റിൽ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുകയില്ല. പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം മുടങ്ങാതെ തന്നെ എത്തിച്ചേരും എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വലിയ ഒരു വിഭാഗം അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായി പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും പരിശോധനയും കൂടുതൽ കർശനമാക്കും. പുതിയ സാമ്പത്തിക വർഷാരംഭം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്ബർ പോർട്ടൽ വഴി 1000 കോടി രൂപ വായ്പയെടുക്കും. ഇതിനു പുറമെ പെൻഷൻ തുക വിതരണത്തിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു.
2 മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി 1800 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന 2 ഗഡുവായ 3200 രൂപ കൂടി സെപ്റ്റംബർ മാസത്തോടു കൂടി വിതരണം പൂർത്തിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച പുറത്തു വരുന്ന സാഹചര്യത്തിൽ വരുന്നയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നു തുടങ്ങും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.